ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിൽ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അമ്മയും രേവതിയും നേർക്കുനേർ കാണുകയാണ്. മുൻപ് രേവതി കല്യാണ വർക്ക് ചെയ്തു കൊടുത്ത വിവാഹത്തിന് ചെന്ന ഒരു രക്ഷിതാക്കൾ രേവതിയുടെ വർക്ക് കണ്ടിട്ടാണ് അവരുടെ കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി രേവതി തന്നെ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യണമെന്ന് കരുതി രേവതിയെ ഫോണിൽ വിളിക്കുന്നത്. അങ്ങനെ രേവതി അവർ പറയുന്നതനുസരിച്ച് ബുക്ക് ചെയ്തേക്കുന്ന മണ്ഡപത്തിലോട്ട് വരികയാണ്. ഈ മണ്ഡപത്തിൽ വേണം രേവതി ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയുള്ള വർക്ക് ചെയ്യാനെന്ന് പറയും. അതിനെന്താ ചേച്ചി ഞാൻ ചെയ്തു തരാമല്ലോ എന്ന് പറയും. പക്ഷേ അവിടുത്തെ മണ്ഡപത്തിലെ വർക്കുകളെല്ലാം ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹേമ മേഡമാണ്. അപ്പോൾ ആ മണ്ഡപത്തിൻ്റെ ഓണർ പറയും, ഇത് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളുടെ മണ്ഡപം നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ഹേമ തന്നെ ചെയ്യണമെന്ന് പറയും. ഉടനെ അവർ പറയും, അത് ഞങ്ങൾക്ക് പറ്റത്തില്ല, ഈ കുട്ടി ചെയ്ത വർക്ക് കണ്ടിട്ടാണ് അന്ന് ഞങ്ങൾ കല്യാണത്തിന് പോയിരുന്നു, അതുകൊണ്ടാണ് ഈ കുട്ടിയെ തന്നെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തതെന്ന് പറയും. നിങ്ങൾ മണ്ഡപം ബുക്ക് ചെയ്തപ്പോഴേ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞില്ല, അത് ഞങ്ങളെ കുട്ടിയുടെ കല്യാണം ഞങ്ങളല്ലേ ആര് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതെന്നൊക്കെ അവരുടെ പേരൻസ് പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലൊരു ആർഗ്യുമെൻറ്റ് നടക്കുമ്പോഴാണ് ഹേമ പറയുന്നത്, ശരിയെങ്കിൽ അവളും ഞാനും ഒരുമിച്ച് കൊട്ടേഷൻ തരാം, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാമെന്ന് പറയും. അങ്ങനെ രേവതി പൂവിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നോക്കി ഒരു റേറ്റ് കൊടുക്കും. അത് 1,20,000 രൂപയുടെ റേറ്റ് ഇട്ടേക്കുന്നത്. ഉടനെ കുട്ടിയുടെ പേരൻസ് പറയും, ഇത്രയും വലിയ റേറ്റോ, ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഒരു 80 അതിനപ്പുറം ഇത് വലിയൊരു തുകയാണെന്ന് പറയും. അത് ചേച്ചി പൂവിനൊക്കെ നല്ല വിലയാണ്, പിന്നെ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ കൂലിയും ഒക്കെ എടുത്തിട്ടുള്ളൂ, അല്ലാതെ എൻ്റെ ലാഭം പോലും എടുത്തിട്ടില്ലെന്ന് പറയും. ഇത് കുറച്ച് കൂടുതലാണെന്ന് പറയും. അപ്പോൾ ഹേമ മേഡം ചെയ്ത കൊട്ടേഷൻ ഇത് കൊടുക്കും. അവർ 60,000 രൂപ ബഡ്ജറ്റാണ്. അപ്പോൾ അവർ പറയും, ഇത് വളരെ റേറ്റ് കുറച്ചാണല്ലോ ചെയ്തേക്കുന്നത്, ഞങ്ങൾക്കിത് മതിയെന്ന് പറയും. രേവതി നോക്കുമ്പോൾ 60,000 രൂപ നേർ പകുതി അവർ കുറച്ചേക്കുന്നു. ഉടനെ പറയും, ഞങ്ങൾക്കിത് മതി, രേവതി പറഞ്ഞ റേറ്റ് നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയും. ശരി ചേച്ചി, എൻ്റെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചത്, അതുകൊണ്ടാണ് ഞാൻ വന്നത്, നിങ്ങൾക്കിഷ്ടം അവർ ചെയ്യുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് രേവതി ദേഷിച്ച് ഹേമയെ ഇങ്ങനെ നോക്കും. എന്നിട്ട് രേവതി അങ്ങ് പോവുകയാണ്. ഇവിടെ നീ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ചെറിയ ചെറിയ വർക്കുകൾ, ഒരു 15,000 20,000 ലക്ഷങ്ങളുടെ വർക്കൊന്നും ഏറ്റെടുക്കാൻ നീ ആയിട്ടില്ല, അതിനൊക്കെ ഞാനുള്ളതെന്ന് പറയും. അതുകൊണ്ട് നീ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യും, കുറച്ച് നാൾ കഴിയട്ടെ, വലിയ വലിയ കല്യാണ വർക്കൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞൊരു പുച്ഛഭാവത്തിൽ രേവതിയെ കളിയാക്കുന്നുണ്ട്. രേവതിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. കാരണം രേവതി അവരോട് പറയുന്നുണ്ട്, ഞാനീ പറഞ്ഞ റേറ്റിൽ താഴെ നിങ്ങൾക്ക് എന്തായാലും ഈ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോകും. ഉടനെ ഹേമ മേഡം പറയും, ഞാൻ ഈ പറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയും. ഉടനെ അവർ തമ്മിൽ 10,000 രൂപ അഡ്വാൻസും കൊടുത്ത് എഗ്രിമെൻറ്റ് ഒപ്പിട്ട് അവരങ്ങ് പോവുകയാണ്. അതിനുശേഷം ഹേമയുടെ സഹായിയായിട്ട് നിൽക്കുന്ന പ്രേമം പറയും, ഇതെന്താ മേഡം ഇത്രയും റേറ്റ് കുറച്ച് മേഡം ചെയ്യത്തില്ല, മേഡം എപ്പോഴും റേറ്റ് കൂട്ടിയിട്ടല്ലേ ചെയ്യുന്നതെന്ന് പറയും. ഇപ്പോൾ പിന്നെ എന്താ ഇത്രയും താഴ്ത്തി, അത് നേർപകുതി റേറ്റിൽ എന്താ ചെയ്തതെന്ന് ചോദിക്കും. അതോ ഇത് ഈ വർക്ക് ഒരിക്കലും അവൾക്ക് കിട്ടില്ലെന്ന് പറഞ്ഞു, മുമ്പും എനിക്ക് കിട്ടാണ്ടിരുന്നൊരു വർക്ക് അവൾ പിടിച്ചെടുത്തുകൊണ്ട് പോയത്, അതിന് സംബന്ധിച്ചാൽ ഇപ്പോൾ അടുത്ത വർക്ക് അവൾ കിട്ടിയേക്കുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന വർക്കുകളെല്ലാം അവൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് ഡള്ളായിക്കൊണ്ടിരിക്കത്തില്ലേ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വർക്ക് ഏറ്റെടുത്തത്, ഇതിൽ ഞാൻ ലാഭമല്ല നോക്കുന്നത്, എങ്ങനെയെങ്കിലും എനിക്ക് വർക്ക് കിട്ടിയേ പറ്റത്തോളം എന്ന് പറയും. പക്ഷേ മേഡം നിങ്ങൾ പറയുന്ന റേറ്റിന് ഈ പൂക്കളൊന്നും മേടിക്കാൻ പറ്റത്തില്ല, ഇത് മേഡത്തിന് വലിയ നഷ്ടം സംഭവിക്കുമെന്ന് പറയും. എടാ മണ്ട, ഞാൻ പറയുന്നത് ആദ്യം നീ വ്യക്തമായിട്ടൊന്ന് കേൾക്കാൻ പറയും. അവർ മണ്ഡപം ബുക്ക് ചെയ്തപ്പോഴേ പറഞ്ഞതാണ് മണ്ഡപത്തിലെ വർക്കെല്ലാം ഞാനാ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ എന്നെ കടത്തി വെട്ടി അവർ രേവതിക്ക് ഓർഡർ കൊടുത്തതില്ലേ, അവർക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ കരുതിയതാ. കല്യാണത്തിന് തലേ ദിവസം ഞാൻ അവരെ വിളിച്ച് പറയും, നിങ്ങൾ ഈ പറയുന്ന പൂക്കളൊന്നും കിട്ടാനില്ല, അവിടെ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ, 1,20,000 രൂപയ്ക്കകത്ത് വർക്ക് ചെയ്ത് തീർക്കുമ്പോൾ തന്നേ പറ്റത്തുള്ളൂ, എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. കല്യാണ തലേ ദിവസം ആയതുകൊണ്ട് അവർക്ക് മാറാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞ റേറ്റ് അവർ ചെയ്യുകയും ചെയ്യും, ഞാൻ ഈ ഓർഡർ പിടിക്കുകയും ചെയ്യുമെന്ന് പറയും. ഓ മേഡം നിങ്ങളുടെ ബുദ്ധി സമ്മതിച്ചിരിക്കുമെന്ന് പറയും. പിന്നെ ഇത് കണക്കുള്ള ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കുന്നതെന്ന് പറയും. അങ്ങനെ രേവതി വിഷമത്തോടെ പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് അവിടെ നിൽക്കുന്ന ഒരു ചേച്ചി ചോദിക്കും, എന്താ മോളെ നിനക്ക് വർക്ക് കിട്ടിയില്ലേന്ന് ചോദിക്കും. ഇല്ല, ഹേമ മേഡം അങ്ങോട്ട് വരുന്നതുണ്ടല്ലോ, അവർക്കാണ് അവർ കൊട്ടേഷൻ കൊടുത്തതെന്ന് പറയും. ഓ അവർ നീ കരുതാണൊക്കെ ഒരു സ്ത്രീ അല്ലെന്ന് പറയും. അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും, നീ അവരെ സൂക്ഷിക്കണം, നിൻ്റെ ബിസിനസ്സിന് അവരെന്നും ശക്തമായ എതിരാളി ആയിരിക്കുമെന്ന് പറയും. എനിക്ക് മനസ്സിലായി ചേച്ചി, പക്ഷേ ഞാൻ പറയുന്ന റേറ്റിൽ കുറച്ച് അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല, അതെനിക്ക് നല്ല പൂർണ്ണമായിട്ടും അറിയാമെന്ന് പറയും. ശരി, അവർ കൊടുത്തതല്ലേ, എന്തായാലും ചെയ്യട്ടെന്ന് പറഞ്ഞ് രേവതി അങ്ങ് വരുവാണ്. പിറ്റേ ദിവസമാണെന്നല്ലോ സുധി ഹിൽ ടോപ്പിൽ വീട് 5 കോടി രൂപയുടെ ബംഗ്ലാവിലോട്ട് താമസിക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും ബംഗ്ലാവിലോട്ട് ചെല്ലാമെന്നൊക്കെ സമ്മതിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതിക്കാണെങ്കിൽ ഏത് സാരി ഉടുക്കണം എന്നൊന്നും അറിയാൻ വയ്യ, അലമാരി കിടക്കുന്ന സാരികൾ മുഴുവൻ വലിച്ചു വാരി ഇട്ടേക്കുവാണ്. ഇത് കൊള്ളാവോ എന്നൊക്കെ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. രവീന്ദ്രൻ പറയും, എല്ലാം കൊള്ളാം ചന്ദ്രയെന്നുണ്ട്. ചന്ദ്രയ്ക്ക് സമാധാനം ആവത്തില്ല. അങ്ങനെ ചന്ദ്രമതി എന്നിട്ട് പറയും, നിങ്ങളടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുധിയുടെ റൂമിലോട്ട് വരികയാണ്. ആ സമയത്ത് സുധിയും ശ്രുതിയും കൂടി അവിടെ ഇരിപ്പുണ്ട്. അവരും
ബംഗ്ലാവിലോട്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശ്രുതി എടുത്ത് പറയും, ശ്രുതി എൻ്റെ ജീവിതത്തിലെ ഭാഗ്യമാണ് നീ വന്നതിന് ശേഷമാണ് എൻ്റെ എല്ലാ ഉയർച്ചകൾക്കും കാരണം. ബിസിനസ് തുടങ്ങാൻ പറ്റി, ബംഗ്ലാവ് മേടിക്കാൻ പറ്റി. നിന്നെ കണക്കൊരു ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആവത്തില്ലായിരുന്നു. എൻ്റെ വിജയമാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. മതി ശ്രുതി എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കാണ് ചന്ദ്ര വരുന്നത്. എന്താ ആൻറ്റി, ആ മോളെ നാളെ നമ്മളങ്ങോട്ട് പോകില്ലേ? അതെ ആൻറ്റി, റെഡിയായോ? പോകാൻ കുറേ സാരിയൊക്കെ എടുത്ത് മോൾ ഇങ്ങോട്ട് വാ, എനിക്ക് ചേരുന്ന വന്നിട്ട് സാരി സെലക്ട് ചെയ്ത് തരാൻ പറയും. 2 ദിവസത്തേക്കല്ലേ നമ്മളവിടെ നിൽക്കുന്നത്, അതിനെന്താ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചന്ദ്രയുടെ റൂമിൽ ചെന്നിട്ട് ചന്ദ്രയ്ക്ക് ആദ്യം ഒരു നല്ല കളറുള്ള സാരി എടുത്ത് കൊടുക്കും. അതിനുശേഷം 2 സാരി എടുത്ത് കൊടുക്കും. ഇത് രണ്ടും ആൻറ്റിക്ക് നല്ല ഭംഗി, ആൻറ്റിക്ക് ഏത് കളറ് നല്ലോണം ചേരും, ആൻറ്റി നല്ല സുന്ദരിയല്ലേ എന്നൊക്കെ പറയും. ആണോ, പിന്നെ അതുകൊണ്ട് തന്നെ ഞാനൊരു എടുത്തൊരു കളർ പറയുന്നില്ല, എല്ലാ കളറും ചേരും. പിന്നെ ഞാൻ എടുത്ത 2 കളറും ആൻറ്റിക്ക് നല്ലോണം സ്യൂട്ടാവുമെന്ന് പറയും. എനിക്ക് സമാധാനം, നീ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാവുമെന്ന് പറയും. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്യും. ആ സമയത്ത് വർഷയും പോകാനുള്ള ഡ്രസ്സിങ്ങൊക്കെ എടുത്ത് വെക്കുകയാണ്. ഞാൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയും, ശ്രീകാന്തേ നമ്മൾ രാവിലെ പോകത്തില്ല? പോവും, 2 ജോഡി എടുത്താൽ പോരെ? അത് മതി, നമുക്ക് 2 ദിവസം കഴിഞ്ഞെങ്കിൽ വരാമല്ലോ, ഒരു ദിവസം നിന്നാൽ മതിയായിരുന്നു. എനിക്ക് ഡബ്ബിങ്ങിനൊക്കെ അവിടുന്ന് പോകാൻ ഭയങ്കര ദൂരമാണ് ശ്രീകാന്തേ, ഇവിടെ ആണെങ്കിൽ എളുപ്പത്തിൽ പോയിട്ട് വരാമെന്ന് പറയും. എന്തായാലും സച്ചേട്ടനും കൂടി പറഞ്ഞാലും നമുക്ക് പോയിട്ട് വരാൻ വർഷമെന്ന് പറയും. എങ്കിൽ ഞാൻ രേവതി ചേച്ചി എടുത്ത് പോയിട്ട് എത്ര ദിവസം ഡ്രസ്സ് എടുക്കണമെന്ന് ചോദിക്കണമെന്ന് പറയും. ശരിയെന്ന് പറയും. ആ സമയത്ത് രേവതി അവിടെ നിന്ന് പൂവിട്ടുവാണ്. രേവതി ചേച്ചി പോയില്ലേ, പോകാനുള്ളതൊക്കെ റെഡി ആയില്ലേ എന്ന് ചോദിക്കും. എനിക്ക് ഇച്ചിരി വർക്കുണ്ട് പക്ഷേ അത് ചെയ്ത് തീർക്കണമെന്ന് പറയും. എത്ര ദിവസത്തേക്ക് ഡ്രസ്സ് എടുക്കണം ചേച്ചി? 2 ദിവസമല്ലേ നമ്മളവിടെ നിൽക്കാമെന്ന് പറഞ്ഞത്, 2 ദിവസത്തേക്കുള്ള എടുത്താൽ മതിയെന്ന് പറയും. അപ്പോഴത്തേക്കാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. നീ റെഡി ആയില്ലേ രേവതി എന്ന് ചോദിക്കും. അതമ്മ എനിക്ക് ഇച്ചിരി വർക്കുണ്ട്. പിന്നെ വലിയ ബിസിനസ്സിൽ നീ ചെയ്യുന്നത്, എൻ്റെ മോൻ കണ്ടില്ലേ വലിയ കോടികൾ വിലയുള്ള ബംഗ്ലാവ് മേടിച്ചിരിക്കുന്നത്, അത്രയ്ക്കൊന്നും ഇല്ലല്ലോ നിൻ്റെ ബിസിനസ് ഒന്നും. നീ പെട്ടെന്ന് പോകാനൊക്കെ ആയിട്ടൊക്കെ റെഡിയായി നിൽക്കി, ഇനി വെറുതെ ഇങ്ങനെ തണുത്ത് നിൽക്കുമെന്നൊക്കെ പറയും. ആൻറ്റിയുടെ മോൻ വലിയ ബംഗ്ലാവ് മേടിച്ചെന്ന് കരുതി രേവതി ചേച്ചിയുടെ ജോലി കളയണമെന്നുണ്ടോ? ഞങ്ങൾക്കൊക്കെ ഓരോ ജോലി ഉള്ളതല്ലയോ എന്നൊക്കെ പറയും. വർഷം എന്തെങ്കിലും പറഞ്ഞാൽ ചന്ദ്രമതിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഉടനെ വർഷം അങ്ങ് പോവും. അതിനുശേഷം സച്ചി അങ്ങോട്ട് വരും. നിൻ്റെ ജോലി കഴിഞ്ഞില്ലേ രേവതി? തീരാറായി സച്ചേട്ടാ, പക്ഷേ എനിക്ക് ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ ഇന്നൊരു ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് മണ്ഡപത്തിൽ പോയിരുന്നു. പക്ഷേ അവിടെ ഞാൻ കൊടുത്ത കൊട്ടേഷൻ അവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു, റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ അതേ കൊട്ടേഷൻ അവർ റേറ്റ് കുറച്ച് ഹേമയെന്ന് പറഞ്ഞൊരു മേഡത്തിന് കൊടുത്തെന്ന് പറയും. അതെന്താ അങ്ങനെ? ഞാൻ പൂവിൻ്റെ വിലയും പിന്നെ ചെയ്യുന്നവരുടെ കൂലി മാത്രമേ പറഞ്ഞോളൂ, എൻ്റെ ലാഭം പോലും കൊടുത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞ 1,20,000 രൂപയ്ക്ക് നേർ പകുതി ഇട്ട് അവർ കൊടുത്തതെന്ന് പറയും. പക്ഷേ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആ പൈസയ്ക്ക് എങ്ങനെ ആ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന്. അത് എല്ലാ ജോലിയിലും ഉണ്ട് രേവതി, ഒരു 2 പേരും തമ്മിലുള്ള ഒരു ഇത് കാണും. ഇതിപ്പം അവരായിരുന്നല്ലോ മുമ്പ് മണ്ഡപത്തിൽ എല്ലാ വർക്കുകളും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നീ വന്നപ്പോൾ അവർക്ക് ശക്തമായ ഒരു എതിരാളി വന്ന് തോന്നിക്കാണും. അതുകൊണ്ട് നിന്നെ തകർക്കാൻ വേണ്ടിയായിരിക്കും അവർക്ക് പകുതി റേറ്റിന് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. അത് സാരമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ നിനക്ക് അതൊക്കെ മനസ്സിലായിക്കോളൂ എന്ന് പറയും. എന്തിനും ഒരു എതിരാളി ഉള്ളത് നല്ലത്, അപ്പോഴും നമ്മുടെ ബിസിനസ് ഒന്ന് കൊഴുക്കത്തോളം എന്ന് പറയും. അങ്ങനെയാണോ എന്ന് പറയും. ശരി, നിൻ്റെ ജോലിയൊക്കെ നടക്കട്ടെ എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും രാവിലെ പോകാനൊക്കെ ആയിട്ട് റെഡി ആവുകയാണ്. അപ്പോഴത്തേക്ക് രാവിലെ നേരെ ബംഗ്ലാവിലോട്ട് പോകാനൊക്കെ റെഡിയാവും. അങ്ങനെ എല്ലാവരും ബംഗ്ലാവിലോട്ട് വരും. ബംഗ്ലാവ് കാണുമ്പോഴേ ചന്ദ്രമതി കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടി അങ്ങ് ഹോളിലോട്ട് കയറി. എന്തായി കാണുന്നത്, ഇതൊന്ന് കൊട്ടാരോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 5 കോടി രൂപയുള്ള എൻ്റെ ബംഗ്ലാവ് എൻ്റെ മോൻ മേടിച്ചിരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അതിശയിക്കുകയാണ്. ഉടനെ പറയും, ബാ അമ്മയെന്ന് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറി നോക്കുകയാണ്. പുറമെ എങ്ങനെയുണ്ട് എന്നൊക്കെ ശ്രുതി ചോദിക്കും. നന്നായിട്ടുണ്ട് മോളെ എന്ന് പറയും. ഇനി അകത്തോട്ട് കയറി കാണാമെന്ന് പറയും. അങ്ങനെ എല്ലാവരും നടന്ന് കൊട്ടാരവും വീടും എല്ലാം നല്ല ഭംഗിയായിട്ട് കാണുകയാണ്. കാണുന്തോറും ഇഷ്ടപ്പെടും. ഉടനെ വർഷയെടുത്ത് തന്നെ, വർഷയെ കണ്ടില്ലേ, ഇതെന്തോ കൊട്ടാരമാണോ? ഞാൻ ആദ്യമായിട്ട് ഇത്ര വലിയൊരു വീട് കാണും, നല്ലോണം കാണും വർഷേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻ്റെ ശ്രുതി മോനാ ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ. ശ്രുതി ഇല്ലാതെ നമുക്ക് ഇങ്ങനൊരു വീട് കാണാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ പറയും. ആൻറ്റി ഇത് വലിയൊരു വീട് തന്നെ, ആൻറ്റിയുടെ മോൻ ചെയ്തതൊരു വലിയ കാര്യം തന്നെ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇത്രയും വലിയൊരു ബംഗ്ലാവ് ഈ ഭാഗത്ത് ഇത് മാത്രമല്ല, ഇതിലും വലിയ വീടുകൾ അപ്പുറത്തൊക്കെ ഉണ്ട്. ഇത് അത്ര വലിയ വീടൊന്നും അല്ലെന്ന് പറയും. ഉടനെ പറയാം, എൻ്റെ അച്ഛനും ഇതേ കണക്ക് ഹിൽ ടോപ്പിലും ബീച്ച് ഹൗസിലും ഒക്കെ വീടും ഫ്ലാറ്റും ഒക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ വിചാരിച്ച സ്വന്തമായിട്ട് കപ്പൽ പോലും മേടിക്കാൻ പറ്റും. അങ്ങനെയാണോ എന്നൊക്കെ പറയും. അങ്ങനെ ശ്രുതിയുടെ ഒരു പൊങ്ങച്ചമൊന്നും വർഷയെടുത്ത് ഏക്കത്തില്ല. ചന്ദ്രമതി വെറുതെ പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ വർഷയെടുത്തൊന്നും പറഞ്ഞിട്ട് ഏക്കത്തില്ലെന്ന് കരുതി അങ്ങ് നേരെ ശ്രുതിയെടുത്തോട് ചെല്ലും. ശ്രുതി, എന്താ ആൻറ്റി, നീ ഒരു കാര്യം ചെയ്യണം. നീ കണ്ടില്ലേ വർഷയോട് പറഞ്ഞപ്പോൾ അവൾ പറയുന്ന അവളുടെ അച്ഛനും സ്വന്തമായിട്ട് കപ്പൽ മേടിക്കാൻ ആസ്തി ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നീ ശ്രുതിയോട് പറയണം നമുക്ക് സ്വന്തമായിട്ട് ഒരു ഹെലികോപ്റ്റർ മേടിക്കണമെന്ന്. ഹെലികോപ്റ്ററോ? അതെന്തിനാ? നമുക്ക് എവിടെയെങ്കിലും പോവുകയും വരണമെങ്കിലും സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞത് വലിയ കാര്യമല്ലേ എന്ന് പറയും. ഉടനെ എല്ലാവരും ഇങ്ങനെ നോക്കും. അതെന്തായാലും കൊള്ളാം. അങ്ങനെ അതിനുശേഷം
ഇവർ 5 ലക്ഷം രൂപ ഓൾറെഡി അമ്പലത്തിൽ വെച്ച് ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തിരുന്നു. അതിനുശേഷം താക്കോല് കൈമാറുമ്പോൾ 30 ലക്ഷം രൂപ കൊടുക്കാം. അതിനുശേഷം 6 മാസത്തിന് ശേഷം മൊത്തം പൈസ കൊടുത്ത് ഇവരുടെ പേര് എഴുതാമെന്നാണ് എഗ്രിമെൻറ്റ്. അങ്ങനെ വിശ്വനാഥനും വൈഫും കൂടി അങ്ങോട്ട് വരികയാണ്. അങ്ങോട്ട് വന്ന സമയത്ത് ഇവരെല്ലാവരും വരുന്നെങ്കിലും രേവതിയും സച്ചിയും താമസിച്ചാണ് വരുന്നത്. മറ്റവരെല്ലാം ആദ്യം വന്നിട്ടുണ്ട്. ആ സമയത്ത് വിശ്വനാഥനും ഭാര്യയും കൂടി വരുന്നുണ്ട് 30 ലക്ഷം രൂപ അഡ്വാൻസ് മേടിക്കാൻ. അപ്പോൾ എല്ലാവരുടെ പ്രസൻസിലുമാണ് ആ അഡ്വാൻസ് കൊടുക്കുന്നത്. ഉടനെ 30 ലക്ഷം രൂപ കൊടുക്കുകയാണ്. 30 ലക്ഷം രൂപ കൊടുത്ത് അവർ താക്കോല് മേടിക്കും. താക്കോൽ അങ്ങോട്ട് മേടിക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാവും. അത് കഴിയുമ്പോഴത്തേക്കും ഇതാണ് അമ്മയെന്ന് പറയും. ഓ ഇതാണോ അമ്മ, കണ്ടാൽ നല്ല മഹാലക്ഷ്മി പോയിരിക്കുന്നത്, ചുമ്മാതല്ല നിങ്ങളുടെ എല്ലാ വിജയത്തിൻ്റെയും കാരണം ഇതേപോലെ ഒരു അമ്മയുള്ളതെന്ന് പറയും. അപ്പോഴത്തേക്ക് ചന്ദ്രമതി പിന്നെയും ഭയങ്കരമായിട്ട് അങ്ങ് ഭയങ്കര സന്തോഷത്തിലാണ്, അത്രയും പുകഴ്ത്തി പറയുമല്ലേ. ഉടനെ പൈസയൊക്കെ മേടിച്ചിട്ട് എങ്കിൽ ശരി നിങ്ങൾ കുറച്ച് 2 ദിവസം ഇവിടെ താമസിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വീട്ടിൻ്റെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമെന്ന് പറയും. അങ്ങനെ അഡ്വാൻസ് മേടിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് സച്ചിയും രേവതിയും കടന്നു വരുന്നത്. ആ സമയത്താണ് പെട്ടെന്ന് വണ്ടി ഇവരുടെ ഡ്രൈവർ സച്ചിയുടെ കാറിൽ കൊണ്ടുവന്ന് വണ്ടി ഇടിക്കുമ്പോഴത്തേക്ക് സച്ചി പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെയാണോ ഇവിടെ വണ്ടി ഓടുന്നത്, തന്നെ ആരാ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ചൂടാവുകയാണ്. അപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞ് നിങ്ങൾ റോങ് സൈഡിൽ കൂടി കയറി വന്നുകൊണ്ടല്ലയോ തന്നെ ആരാ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്, നീ എന്താ പറഞ്ഞത്, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്ന്. അങ്ങനെ അവർ തമ്മിലൊരു സംസാരമോ. അപ്പോഴത്തേക്ക് വിശ്വനാഥന് പ്രശ്നം എങ്ങനെയെങ്കിലും ആ കാശും കൊണ്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമല്ലയോ. ഇനി സ്തുതി എങ്ങാനും ഇറങ്ങി വന്ന് ഇവർ സംശയം എങ്ങാനും മാറി കാശെങ്ങാനും പോകും. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് പറയും അയ്യോ സാറേ ക്ഷമിക്കണം, ഞങ്ങളുടെ ഡ്രൈവറിന് ഒരു തെറ്റുപറ്റി പോയതാണ്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എയർപോർട്ടിലെത്തണം എന്നൊക്കെ പറയും. ഉടനെ ഇവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് വീട്ടിനകത്തുനിന്ന് ചന്ദ്രയും രവിയും സച്ചിയൊക്കെ ഇറങ്ങി വരും. എടാ നീ എന്തോ കാണിക്കുന്നത്, നീ ആരോടെ സംസാരിക്കുന്നത്, ഇത് ആരാന്നറിയാമോ, ആരാ ഇത്, ഈ ബംഗ്ലാവിൻ്റെ ഓണറാണ് വിശ്വനാഥൻ സാറ് നമുക്ക് വീട് തന്നിട്ടുള്ളതെന്ന് പറയും. എന്നിട്ട് സാറിനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്, അയ്യോ അത് സാരമില്ല സുധി, അറിയാതെ പറഞ്ഞില്ലയോ, എന്നാലും ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടിക്കകത്ത് കയറി പോവുകയാണ്. ഉടനെ സച്ചി ചോദിക്കും അതിന് അയാളെന്തിനാ ഇങ്ങനെ സ്പീഡിൽ ഓടിപ്പോകുന്നത്, സാറിന് എയർപോർട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയും. ചോദിക്കും ഇത്രയും വലിയൊരു മുതലാളി എന്തിനാ ഒരു വാടക കാറിൽ വരുന്നത്, വാടക കാറോ, അത് അയാൾ യൂസ്ഡ് കാർ ഇല്ല വാടക കാർ ഉപയോഗിക്കുന്നതെന്ന് പറയും. ചോദിക്കും അത് നിനക്കാണെന്ന് അറിയാം, എടാ ഞാനൊരു ഡ്രൈവറാണ്, ഒരു ടാക്സി ഓടുന്ന ഡ്രൈവറാണ്, എനിക്കറിയാം ഒരാൾ സ്വന്തം വണ്ടിയും വാടകയ്ക്ക് കൊണ്ടുവന്ന വണ്ടിയും കണ്ട എന്ന് പറയും. നിനക്ക് അസൂയ, നീ വെറുതെ ഇല്ലാത്തൊക്കെ പറയുമെന്ന് പറയും. അയാൾ കണ്ടിട്ട് എന്തൊരു ഫ്രോഡ് ലുക്കുണ്ടെന്ന് പറയും. ഉടനെ ചന്ദ്ര പറയും നിനക്ക് അങ്ങനെയൊക്കെ തോന്നും, അയാൾ നല്ല മനുഷ്യൻ, അയാൾ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു ഒരു മഹാലക്ഷ്മി കണക്ക് ഇരിക്കുന്നതാണ്, പിന്നെ നല്ലവർക്ക് അതൊക്കെ കണ്ടാൽ മനസ്സിലാവത്തുള്ളൂ എന്ന് പറയും. എന്തോ 5 കോടി രൂപയുള്ള ബംഗ്ലാവ് 3 കോടി രൂപയ്ക്ക് തരുന്നു, പിന്നെ 30 ലക്ഷം രൂപ അഡ്വാൻസ് വന്നിട്ട് താക്കോൽ തരുന്നു, അതിനുശേഷം പൈസ മേടിച്ചിട്ട് അയാൾ പെട്ടെന്ന് പോകാൻ ശ്രമിക്കുന്നു, എവിടെ എന്തൊക്കെയോ ഒരു സംതിങ് റോങ് എന്നൊക്കെ സച്ചി പറയും. ഉടനെ രവീന്ദ്രൻ പറയും നീ എന്തിനാ വെറുതെ അല്ല എന്തോ എനിക്ക് സംശയം പറ്റിക്കപ്പെടുമോ, എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയും. അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, നിന്റെ തോന്നലാന്ന് പറയും. അങ്ങനെ സച്ചി എല്ലാം ചെയ്ത് കുറ്റപ്പെടുത്തും. അതുകൊണ്ട് സച്ചിക്ക് അസൂയ എന്നുള്ള മട്ടിൽ അങ്ങ് സംസാരമാകും അവിടെ. അതിനുശേഷം വീടെല്ലാം തുറന്ന് കണ്ട് എല്ലാവർക്കൊക്കെ വീടൊക്കെ ഇഷ്ടപ്പെടും. അതിനുശേഷം ആ പൈസ കൊണ്ട് അയാളങ്ങ് പോകുമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രേവതിയെ കാണുമ്പോഴത്തേക്ക് ചന്ദ്ര വന്നിട്ട് പറയും രേവതി നീ പോയി ഒരു കോഫി ഇട്ടുകൊണ്ട് വരാൻ പറയും. ഉടനെ പറയും കോഫിയോ, എന്താ കോഫി നീ കേട്ടില്ലേ എന്ന് ചോദിക്കും. ഉടനെ ശ്രീകാന്ത് പറയും എന്തോ അമ്മേ പഴയ വീട്ടിലെ കണക്ക്, രേവചേച്ചി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഉടനെ അമ്മയ്ക്ക് തുടങ്ങി, രേവചേച്ചി കണ്ടാൽ ഉടനെ അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി ഏൽപ്പിക്കണമെന്ന് ചോദിക്കും. അതിന് ഞാൻ അവരുടെ കോഫി ഇടാൻ മാത്രമല്ലേ പറഞ്ഞോളൂ എന്ന് പറയും. അടുക്കളയ്ക്കകത്ത് പാല് കാണുമെന്ന് പറയും. അത് കൊള്ളാത്ത പാല്, എത്ര ദിവസം ഇരുന്നതാ, നമ്മൾ വന്നത് പാലൊന്നും കൊണ്ടുവന്നില്ലല്ലോ, എന്തായാലും ഒരു പുതിയ വീട് വാങ്ങിച്ചില്ല, ഒരു പാല് കാശ് പോലെയൊക്കെ നടത്തിയതിന് ശേഷം ചായ കിട്ടാൻ മതിയെന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി പുതിയൊരു പാല് മേടിച്ചുകൊണ്ട് വരാമെന്ന് സച്ചി പറയും. ഉടനെ ശ്രുതി പറയും അതൊന്നും വേണ്ട, ഞാൻ പോയി ഇപ്പം ഒരു ന്യൂമറോളജിസ്റ്റ് ഇങ്ങോട്ട് വരുമെന്ന് പറയും. ഉടനെ സച്ചി പറയും ന്യൂമറോളജിസ്റ്റോ, അതെ വീട്ടിൽ നല്ലൊരു പേരിടാൻ, അതൊന്നും പറഞ്ഞാൽ അവന് മനസ്സിലാവത്തില്ലടാ എന്ന് ചന്ദ്ര ശ്രുതിയോട് പറയും. ഉടനെ പറയും ഉടനെ രേവതി അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു, സച്ചിയേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, ഞാൻ ഈ പുതിയ വീടിനൊരു പേരിടാൻ വേണ്ടി ന്യൂമറോളജിസ്റ്റ് വരുമെന്നാണ് പറഞ്ഞത്, അപ്പം സാറ് വന്ന് പോയതിന് ശേഷം ഞാൻ പോയി പാല് മേടിച്ചിട്ട് നമുക്ക് ചായ ഇടാമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞ് സംസാരിക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി അതിനുശേഷം പുതിയ പേരൊക്കെ ഇട്ട് 1-2 ദിവസമൊക്കെ അവിടെ താമസത്തിന് ശേഷമാണ് ശരിക്കുള്ള ഇതിൻ്റെ റിയാലിറ്റിയിലോട്ട് എല്ലാവരും മനസ്സിലാക്കാൻ വരുന്നത്. കാരണം വീട്ടിൽ താമസിച്ചിരുന്ന വിശ്വംഭരൻ അവിടെ ഒരു വാടകക്കാരൻ മാത്രമായിരുന്നു. സുധിയുടെ അഡ്വാൻസ് മേടിച്ച കാശ് വാടകയും തീർത്ത് അവരങ്ങ് ചെന്നൈയിലോട്ട് മുങ്ങിയതാണ്. അതിനുശേഷം ശരിക്കുള്ള ഓണർ വരുമ്പോഴാണ് ഇവർ മാറിപ്പോയ കാര്യം, പുതിയ ആൾക്കാർ താമസിക്കാൻ വന്ന കാര്യമൊക്കെ ഓണർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. സുധിയും
ചന്ദ്രമതി എല്ലാം വീട്ടിൽ നിറയെ കൊടുക്കേണ്ടി വരും. അഡ്വാൻസ് കൊടുത്ത 35 ലക്ഷവും നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.